മണ്ണിൽ നടന്ന ഏറ്റവും വലിയ ഭീകരാക്രമണത്തിന് രാജ്യം സാക്ഷിയായിട്ട് ഇന്നേക്ക് 16 വർഷം. മുംബൈ നഗരത്തിന്റെ മർമ്മപ്രധാനമായ ഛത്രപതി ശിവജി റെയിൽവേ സ്റ്റേഷനടക്കം നടന്ന ആക്രമണത്തിൽ പൊലിഞ്ഞത് 166 ജീവനുകളായിരുന്നു. അജ്മൽ കസബ് ഉൾപ്പെട്ട ലഷ്കർ ഇ തോയ്ബ സംഘം മുംബൈയെ മുൾമുനയിൽ നിർത്തിയത് 3 ദിനങ്ങളായിരുന്നു. 2006 ഉൾപ്പെടെ നടന്ന ഭീകരാക്രമണങ്ങളിൽ നിന്നും തീർത്തും വ്യത്യസ്തമായിരുന്നു 2008-ലേത്. AK-47 ഉൾപ്പെടെ ഉപയോഗിച്ചുള്ള വെടിവെപ്പും ബോംബ് സ്ഫോടനങ്ങളും പല സ്ഥലങ്ങളിൽ ഒരേ സമയത്തുണ്ടായ ആക്രമണം കൃത്യമായ ആസൂത്രണത്തിലൂടെയായിരുന്നു ഭീകരരുടെ നീക്കം. വിദേശികളും സാധാരണക്കാരും പോലീസ് ഉദ്യോഗസ്ഥരും NSG കമാൻഡോകളടക്കം മരണപ്പെട്ടു. 10 പേരടങ്ങിയ ഭീകര സംഘത്തിൽ ജീവനോടെ പിടികൂടിയത് അജ്മൽ കസബിനെ മാത്രമായിരുന്നു. വിചാരണയ്ക്ക് ശേഷം അജ്മലിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കി. ഇന്ത്യൻ പ്രതിരോധ സംവിധാനത്തിന്റെ വിപുലീകരണത്തിനും മുംബൈ ആക്രമണം കാരണമായി. ഫെഡറൽ സംവിധാനങ്ങൾക്ക് എതിരാണെങ്കിലും മുംബൈ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഉയർന്നുവന്ന പൊതുജന രോഷം എതിർപ്പുകളില്ലാതെ NIA എന്ന ഫെഡറൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ രൂപീകരണത്തിന് കാരണമായി. അപ്രതീക്ഷിതമായി ജീവൻ പൊലിഞ്ഞവരെയും പൊരുതി നിന്നവരെയും രാജ്യം ഇന്നും ഓർക്കുന്നു. ഭീകരതയ്ക്കെതിരെ രാജ്യം ഒന്നിക്കണമെന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ഓർമ്മദിനം. ന്യൂസ് ഡെസ്ക്, News 18.